ഏത് ദുഃഖമുള്ളവനും ഏത് ടെൻഷനുള്ളവനും ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളുള്ളവനും അറിയണം, ലോകത്തില് ഒരാൾക്കും പ്രശ്നമില്ലാത്ത അവസ്ഥയില്ല. അമേരിക്കൻ പ്രസിഡന്റ് മുതൽക്ക് നമ്മുടെ ഒരു കോർപ്പറേഷനിലെ റോഡ് വൃത്തിയാക്കുന്ന തൊഴിലാളി വരെ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നമുണ്ട്. പ്രശ്നമില്ലാത്ത ഒരവസ്ഥ എത്തണമെങ്കിൽ നമ്മളുടെ അവസാനത്തെ ശ്വാസം പുറത്തേക്ക് പോയിരിക്കണം. പ്രശ്നമില്ലാത്ത ഒരു മനുഷ്യനും ലോകത്തിലില്ല. ഈ ലോകത്തിൽ പ്രശ്നമുള്ളപ്പോൾ തന്നെ ജഗതീശ്വരൻ സന്തോഷിക്കാനുള്ള അവസരവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കെങ്കിലും ഓർമ്മിക്കണം, നമ്മൾ ഈ ഭൂമിയിൽ സ്ഥിരമായിട്ട് ജീവിക്കാൻ വേണ്ടി വന്നവരല്ല. നമ്മൾ ഈ ഭൂമിയിൽ പെർമനന്റ് അല്ല. ഈ ഭൂമിയിൽ നമ്മൾ വന്ന ദിവസമുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്ന ദിവസവുമുണ്ട്. ഈ ഭൂമിയിൽ സൂര്യൻ ഉദിക്കുന്നു എങ്കിൽ സൂര്യൻ അസ്തമിക്കാതെ നിവൃത്തിയില്ല. സൂര്യന് നല്ല രീതിയിലുള്ള ചൈതന്യം നട്ടുച്ചയ്ക്ക് തലയ്ക്ക് മുകളിൽ വരുമ്പോഴുണ്ട്. അതേ സൂര്യന് രണ്ട് താഴ്ചയുണ്ട്, പ്രഭാതത്തിലും സായാഹ്നത്തിലും. പ്രഭാതത്തിലും സായാഹ്നത്തിലും സൂര്യൻ വീക്കാണ്, നട്ടുച്ചയ്ക്ക് സൂര്യൻ സ്ട്രോങ് ആണ്. ഏത് മനുഷ്യനും വീക്ക്നെസ് ആണ് സ്ട്രോങ് എന്ന പൊസിഷനേക്കാൾ കൂടുതലുള്ളത് എന്നറിയുക. ഉയർച്ചയുള്ളവന് താഴ്ചയുണ്ട്, ചിരിക്കുന്നവന് കരച്ചിലുണ്ട്. ജീവിതത്തിൽ ലാഭമുണ്ടെങ്കിൽ നഷ്ടമുണ്ട്, വരവുണ്ടെങ്കിൽ ചെലവുണ്ട്. അതുപോലെ നമ്മളെ നല്ലത് പറയുന്നവരുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല നമ്മളെ ചീത്ത പറയുന്നവരുമുണ്ടാവും. നമുക്ക് ബന്ധുക്കളുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ശത്രുക്കൾ ഉണ്ടാവും. അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ പോസിറ്റീവുകളും നെഗറ്റീവുകളും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഉണ്ടാവാത്തൊരവസ്ഥയുണ്ടാവില്ല. ഭൂമിക്ക് നോർത്ത് പോൾ ഉണ്ടെങ്കിൽ സൗത്ത് പോൾ ഉണ്ട്. ഒരാറ്റത്തിന് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകൾ ഉണ്ട്. ക്ലോക്ക് വൈസ് ഉണ്ടെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഉണ്ട്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. ഉയർച്ചയുണ്ടെങ്കിൽ താഴ്ചയുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ കൺക്ലൂഡ് ചെയ്യുന്നു, ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്. ഈ ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് നമ്മൾ ജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഓർമ്മിക്കുക, ജീവിക്കാനുള്ള തയ്യാറെടുപ്പല്ല ജീവിതം. ജീവിക്കാനുള്ള തയ്യാറെടുപ്പല്ല ജീവിതം. ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോകലാണ് ജീവിതം. ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോകലാണ് ജീവിതമെന്ന് ഓർമ്മിക്കുമ്പോൾ നമ്മൾ ഏതെല്ലാം കൂടുതൽ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടുപോകുന്നുവോ ആ സന്തോഷത്തോടൊപ്പം, ആ സുഖത്തോടൊപ്പം, ആ ആനന്ദത്തോടൊപ്പം, ആ അനുഭൂതിയോടൊപ്പം അതിന്റെ ഓപ്പോസിറ്റ് കൂടി കൂട്ടത്തിലുണ്ടെന്നറിയാൻ നമുക്ക് സാധിക്കണം. When the good increases, please do not think that evil will decrease. When the good increases, evil will also increase. There will not be a day during when only good remains and evil vanishes. There will not be a day. നമ്മുടെ ജീവിതത്തിൽ നന്മകൾ മാത്രം നിലനിൽക്കുന്ന ഒരു ദിവസം ഉണ്ടാവില്ല. തിന്മകളില്ലാത്ത ഒരു കാലം ലോകത്തിൽ ഉണ്ടാവില്ല. ഒരു മൊബൈൽ ഫോൺ നമ്മൾ വാങ്ങിച്ചാൽ മൊബൈൽ ഫോൺ നമുക്ക് തരുന്ന സുഖവും സന്തോഷവും ആനന്ദവും സൗകര്യവും പോലെ തന്നെ ആ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതിന്റെ കൂട്ടത്തിലുണ്ടാവും. ഒരു ഫസ്റ്റ് ഹാൻഡ് കാറ് നമ്മൾ വാങ്ങിച്ചാൽ ആ ഫസ്റ്റ് ഹാൻഡ് കാറിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന പൈസ, അതിന്റെ മെയിന്റനൻസ്, അതിന്റെ സർവീസ്, അതുമാതിരിയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കാറിനോടൊപ്പം നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. സെക്കൻഡ് ഹാൻഡ് കാറാണ് നമ്മൾ വാങ്ങിച്ചതെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് കാറിന് കൊടുക്കുന്ന അത്രയും പൈസ സെക്കൻഡ് ഹാൻഡ് കാറിന് കൊടുക്കേണ്ടി വരില്ല. പക്ഷേ ഫസ്റ്റ് ഹാൻഡ് കാറിനുള്ളതിനേക്കാൾ കൂടുതൽ പ്രോബ്ലം സെക്കൻഡ് ഹാൻഡ് കാറിനുണ്ടായിരിക്കുമെന്ന് തിരിച്ചറിയണം. ജീവിതാനുഭവങ്ങളിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് ഇന്ത്യയിൽ ജോലി ചെയ്യാൻ വയ്യ, ഞാൻ സൗദി അറേബ്യയിലേക്ക് പോവുകയാണ്, ഇന്ത്യയിൽ എനിക്ക് 10,000 രൂപയാണ് ശമ്പളം കിട്ടുന്നതെങ്കിൽ സൗദി അറേബ്യയിൽ 45,000 രൂപ കിട്ടും. ഓർമ്മിക്കുക, ആ 45,000 രൂപയോടൊപ്പം സൗദി അറേബ്യയിൽ നിങ്ങൾ അനുഭവിക്കേണ്ട പ്രശ്നങ്ങളുമുണ്ട്. ഇന്ത്യയിൽ 10,000 രൂപ ശമ്പളം കിട്ടുമ്പോൾ
ആ 10,000 രൂപ നേടാൻ വേണ്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഇന്ത്യയിൽ ഉണ്ടാവുകയുള്ളൂ. കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ ആ ഉയരങ്ങളിൽ നിന്നുകൊണ്ടുള്ള സുഖവും സന്തോഷവും മാത്രമല്ല, ആ ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടി എടുക്കുന്ന ടെൻഷൻ അതിന്റെ കൂട്ടത്തിലുണ്ടാവും. അതിന്റെ വരും വരായികകൾ അതിന്റെ കൂട്ടത്തിലുണ്ടാകും. സക്സസ് മാത്രമല്ല ലോകത്തിലുള്ളത്, ഫെയിലിയറും ഉണ്ടാവും. ജോർജ് വാഷിംഗ്ടണും അതുപോലെയുള്ളവരും പറഞ്ഞതുപോലെ മെനി ബിഗ് കമ്പനീസ് ഹാവ് ഫെയിൽഡ് മെനി ടൈംസ്, മെനി മോർ ടൈംസ് ദാൻ സ്മോൾ കമ്പനീസ്. വലിയ വലിയ കമ്പനികൾ ചെറിയ ചെറിയ കമ്പനികളെക്കാൾ എത്രയോ പ്രാവശ്യം പരാജയപ്പെട്ടിട്ടുണ്ട് കൂടുതലായിട്ട്. അപ്പോ വലിപ്പത്തിലേക്ക് പോകുമ്പോൾ, ഉയരത്തിലേക്ക് പോകുമ്പോൾ, വളർന്ന് വലുതാകുമ്പോൾ, വലിയ വലിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഓർമ്മിക്കാം, ആ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിൻ്റെതായ സുഖത്തോടും സന്തോഷത്തോടും അഭിമാനത്തോടും ഒപ്പം തന്നെ അതിൻ്റെതായിട്ടുള്ള ദുഃഖങ്ങളും ഉണ്ടാവും. ദുഃഖമില്ലാത്തൊരു പൊസിഷൻ ലോകത്തിലില്ല. ചെറിയ കുട്ടി ഭൂമിയിലേക്ക് വരുന്നത് തന്നെ കരഞ്ഞുകൊണ്ടാണ്. നമ്മളെല്ലാം ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതും കരയിപ്പിച്ചുകൊണ്ടാണ്. ഈ കരഞ്ഞുകൊണ്ട് വരികയും കരയിപ്പിച്ചുകൊണ്ട് പോകുന്നതിനും ഇടയ്ക്ക് നമ്മളുടെ ജീവിതത്തിനകത്ത് അനുഭവിക്കാനുള്ളതെല്ലാം എല്ലാ ജന്തുക്കൾക്കും അനുഭവിക്കണം, എല്ലാ മനുഷ്യരും അനുഭവിക്കുന്നുണ്ട്. സഹാറ മരുഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തികളുടെ ദുഃഖം ആ രീതിയിലാണ്. സൗദി അറേബ്യയിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് കൺട്രിയിലും അറബി മരുഭൂമിയിൽ ജീവിക്കുമ്പോൾ അവരനുഭവിക്കുന്ന ദുഃഖവും ചൂടും നേരെ ജമ്മു കാശ്മീരിലോ അല്ലെങ്കിൽ ഹിമാലയത്തിലോ ജീവിക്കുന്ന വ്യക്തികളുടെ ദുഃഖത്തിൽ നിന്ന് വളരെ വ്യത്യാസമുള്ളതല്ല. ഒരു സ്ഥലത്ത് കൂച്ചി വലിക്കുന്ന തണുപ്പ്, പുതപ്പ് പോലും ഇല്ല, ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇല്ലെങ്കിൽ ഹീറ്ററിന്റെ ഉള്ളിൽ ഇരുന്ന് ആശ്വസിക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെ മരുഭൂമിയിൽ അസ്ഥി പോലും ഉരുകുന്ന ചൂട്, ഒരു സ്ഥലത്ത് അസ്ഥി ഉരുകുന്ന ചൂട്, ഇവിടെ അസ്ഥി പൊട്ടുന്ന തണുപ്പ്, രണ്ടും ദുഃഖത്തിന്റെ കാര്യത്തില് ഒരേപോലെയാണ്. അപ്പൊ ഓർമ്മിക്കാം, ദുഃഖം ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ദുഃഖം വരുമ്പോൾ, ദുഃഖം വരാൻ സാധ്യതയുള്ളപ്പോൾ മനസ്സിനകത്ത് അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ടാവണം. ഏത് വണ്ടിയും അതിന്റെ അവസാനം വരെ പ്രശ്നങ്ങളില്ലാതെ ഓടില്ല. ഏത് റോഡും പ്രശ്നങ്ങളില്ലാത്തതല്ല. ഇന്ത്യയിലെ റോഡുകളിൽ കുണ്ടും കുഴിയും ഉണ്ടെങ്കിൽ അമേരിക്കയിലെ റോഡുകളിൽ 120 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന വണ്ടികൾ ഇടതും വലതുമുണ്ട്. രണ്ടും തുല്യ പ്രശ്നമാണ്. ഇടതും വലതും ഓടുന്ന 10, 80, 90, 100 മീറ്റർ നീളമുള്ള വണ്ടികൾ ഇടതും വലതും ഓടുമ്പോൾ എനിക്ക് ടൊറന്റോയിൽ നിന്ന് നയാഗ്ര വരെ ഡ്രൈവ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടി. യഥാർത്ഥത്തിൽ എനിക്ക് ഡ്രൈവ് ചെയ്തപ്പോൾ തോന്നിയത് അമേരിക്കയിൽ ഡ്രൈവ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി പതുക്കെ ഇന്ത്യയിൽ ഡ്രൈവ് ചെയ്യുന്നതാണ് ടെൻഷൻ കുറയാൻ അവസരം നൽകുന്നതെന്ന് തോന്നി. അപ്പൊ അമേരിക്കൻ റോഡുകൾ പരമപവിത്രവും ഏറ്റവും പരിശുദ്ധവും ക്ലീനും പെർഫെക്റ്റുമാണെങ്കിൽ അവിടെ ഒരു തണുപ്പ് കാലത്ത് സ്നോ വീണ് കഴിഞ്ഞാൽ ഒരു വണ്ടി മറ്റൊരു വണ്ടിയെ ഇടിച്ചാൽ അത് ഒരു ഇടിയോടുകൂടി അവസാനിക്കില്ല. 10, 40 വണ്ടികൾ ഒരുമിച്ചായി ഇടിക്കുന്നത്. അത് ഇന്ത്യയിൽ ഉണ്ടാവില്ല. ഇവിടെ സ്നോ ഉള്ള റോഡുകൾ സിംലയിൽ മാത്രമേ ഇടയ്ക്ക് കാണുള്ളൂ, ബാക്കി സ്ഥലത്തില്ല. അപ്പൊ അവിടുത്തെ റോഡിന്റെ മഹത്വം അവിടെ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ റോഡിന്റെ പ്രോബ്ലം വേറൊന്നാണ്. അവിടെയുള്ള പ്രോബ്ലം ഇവിടെ ഇല്ല, ഇവിടെയുള്ള പ്രോബ്ലം അവിടെ ഇല്ല. പക്ഷെ പ്രോബ്ലം ഉണ്ട്. അതുകൂടി ഒന്നറിയാൻ ദുഃഖിക്കുന്നവരും വിഷമിക്കുന്നവരും വേദനിക്കുന്നവരും ശ്രമിക്കണം. ഇനി നാളെ ഈ ദുഃഖത്തെക്കുറിച്ചും അത് അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെയും കുറിച്ച് വീണ്ടും നിങ്ങളോട് വിവരിക്കുന്നുണ്ടാവും. കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇയാൾ വലിയ തത്വശാസ്ത്രം പറയുകയാണെന്ന്. ഇത്രയും നേരം ഞാൻ തത്വശാസ്ത്രം അല്ലല്ലോ പറഞ്ഞത്, ഇത്രയും നേരം ഞാൻ ആത്മീയതയല്ലല്ലോ പറഞ്ഞത്, നിങ്ങളോട് നാമം ജപിക്കാൻ പറഞ്ഞില്ലല്ലോ, ഇത്രയും നേരം ദുഃഖം മാറ്റാൻ പള്ളിയിലേക്കും അമ്പലത്തിലേക്കും പോകാനല്ലല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോ തുറന്ന മനസ്സോടുകൂടി ഈ പറയുന്നത് ഒന്ന് വിശകലനം ചെയ്ത് മനസ്സിലാക്കിയിട്ട് അവനവൻ തന്നെ അറിയിക്കുക. ലോകത്തിൽ സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, ഉയർച്ചയുണ്ടെങ്കിൽ താഴ്ചയുണ്ട്, ലാഭമുണ്ടെങ്കിൽ നഷ്ടമുണ്ട്, ചിരിയുണ്ടെങ്കിൽ കരച്ചിലുണ്ട്, നന്മ പറയുന്നവരുണ്ടെങ്കിൽ തിന്മ പറയുന്നവരുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നതാണ് മനുഷ്യന്റെ ജീവിതം. 10,000 രൂപ ശമ്പളമുള്ളവന് 10,000 രൂപയുടെ പ്രശ്നങ്ങളുണ്ട്.
40,000 രൂപ ശമ്പളമുള്ളവന് 40,000 രൂപയുടെ പ്രശ്നമുണ്ട്. സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിച്ചവൻ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിച്ചതിന്റെ പ്രശ്നങ്ങള്, ഫസ്റ്റ് ഹാൻഡ് കാർ വാങ്ങിച്ചവന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ഡെത്ത് DOF-Dക്ക് ശേഷമാണുള്ളത് എന്നുകൂടി ഓർമ്മിക്കാൻ സാധിക്കട്ടെ. ജീവിതത്തിലെ കാര്യങ്ങൾ ലാഘവത്തോടുകൂടി എടുക്കുക, സിമ്പിളായിട്ട് എടുക്കുക, ചിരിച്ചുകൊണ്ട് എടുക്കുക. എന്തായാലും ഓർമ്മിക്കുക, നമ്മളിവിടെ പെർമനന്റ് അല്ല. പ്രണാമം, നമസ്കാരം.